ഡയറക്ടർ ജിത്തു സാറിനും ലാലേട്ടും മാത്രമേ ക്ലൈമാക്സ് അറിയുള്ളൂ. നിങ്ങൾ വേറെ ആരോട് വ്യക്തമായിട്ട് മനുഷ്യരോട് പറഞ്ഞിട്ടുണ്ടാവില്ല. കാരണം ഡബ് ചെയ്യാൻ നേരത്തൊക്കെ നമ്മൾ ഇന്ന് എന്നെ ഡബിങ്ങിന് വിളിച്ചാൽ വേറെ ആരും വരത്തില്ല. വേറെ സീനൊന്നും കാണിക്കില്ല. വേറെ ആരെയും വരത്തില്ല. സ്റ്റുഡിയോയില് 2-3 പേരുണ്ടാവൂലേ. അതെ, മറ്റേ അജിത്തിനെ കഴിഞ്ഞ അടുത്ത ആള് ചെയ്തിട്ട് ലാലേട്ടൻ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞ കുറെ നാളുകൾക്ക് ശേഷം നല്ല കമ്പനിയായിരുന്നു. അല്ല, അന്ന് കണ്ട ശേഷം പിന്നെ നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടില്ലല്ലോ. ഇപ്രാവശ്യം ലാലേട്ടനായിട്ട് ഒത്തിരി വർത്താനം പറയാനൊക്കെ പറ്റും. ഇപ്രാവശ്യം പുള്ളി ഫ്രീ ആയിരുന്നു. ഒത്തിരി കുറച്ച് കൂടുതൽ അടുക്കാൻ പറ്റും. ഒത്തിരി വർത്താനമൊക്കെ പറഞ്ഞ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിക്കും. വീട്ടുകാരോട് പറഞ്ഞു, ഭാര്യ മക്കളോടൊക്കെ എന്തെങ്കിലും പറഞ്ഞു? പിന്നെ അവിടെ ഒന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ വീടിന്റെ അടുത്താണല്ലോ. അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഥ വ്യക്തമായിട്ട് അപ്പോഴും അറിയില്ല. കഥയൊന്നും എനിക്കറിയത്തില്ല ഓൾറെഡി. അതിപ്പോ നമ്മളിപ്പോ ചോദിച്ചാലും ക്ലൈമാക്സ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഒന്നും അറിയത്തില്ല. നമുക്ക് നമ്മുടെ വേഷം മാത്രം അറിയാം. ദൃശ്യം 3 ഇനി ദൃശ്യം 4 ഒക്കെ വരട്ടെ അല്ലെ ചോദിച്ചിട്ടുണ്ടോ? അതിലൊക്കെ ഇല്ല, അതൊക്കെ എന്താണെന്നൊന്നും അറിയില്ല. അന്ന് പക്ഷേ ആന്റണി ചേട്ടൻ പറഞ്ഞു ദൃശ്യം 4 ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട അജിത് കൂത്താട്ടുകുളം അദ്ദേഹമാണ് നമ്മളോട് ഉള്ളത്. ചേട്ടാ സ്വാഗതം. അപ്പോൾ 2 സിനിമകളാണ് ചേട്ടൻ ഇറങ്ങാൻ പോകുന്നത് അടുത്ത് അല്ലേ? ഒന്ന് ദൃശ്യം 3, മറ്റൊന്ന് തിരക്കിനടിയിൽ അല്പം നേരം. അപ്പോൾ തിരക്കിനടിയിൽ അല്പം നേരം എന്താണ് ഞാൻ ചോദിച്ചാൽ, അതിലൊരു വിദ്യാർത്ഥിയുടെ ഒരു അച്ഛനാണ് റോളാണെന്ന് പറഞ്ഞു. എന്താണ് അതിനകത്തൊരു വിദ്യാർത്ഥിയുടെ അച്ഛനായിട്ടാണ്. അതിൻ്റെ അകത്ത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർക്കശക്കാരനായ അച്ഛൻ. മറ്റുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട്, ഇവന് പഠിത്തത്തിന് മോശമല്ല എങ്കിലും പഠിക്കും. പക്ഷെ അത് പോരാ, നന്നായിട്ട് പഠിക്കുന്ന ഒരു ആയിരിക്കണം, ഡോക്ടറാക്കണം എന്നുള്ള ഒരു ചിന്താഗതി നടക്കുന്ന ഒരു അപ്പൻ. യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെയാണോ? അല്ല, എൻ്റെ കുട്ടികളൊക്കെ വലുതായി, പക്ഷെ അവരൊക്കെ നന്നായിട്ട് പഠിക്കുമായിരുന്നു. നമ്മളൊന്നും ചെയ്യേണ്ടി വന്നില്ല. അല്ലെങ്കിൽ നമ്മൾ പിള്ളേരെ തല്ലുന്ന പരിപാടിയില്ല, കുട്ടികളെ തല്ലുക അങ്ങനെ പരിപാടി ഇല്ല. പക്ഷെ ഇതിൻ്റെ അകത്ത് ഞാൻ ഭയങ്കര ക്രൂരനായിട്ട് തല്ലുന്ന വ്യക്തിയാണ്. അത് പ്രേക്ഷകർക്ക് വെറുപ്പ് തോന്നുന്ന ഒരു വ്യക്തിയാണ്. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഉപദ്രവം, ഭക്ഷണം പോലും കൊടുക്കുകയായിരുന്നു. അപ്പൊ അങ്ങനത്തെ 11 മണി രാത്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര ഫുഡ് ഒരളവുണ്ട്, അതിൽ കൂടുതൽ കൊടുക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ ഒരു നിയമം, അങ്ങനെ ഒരു കാരണം വരും. അങ്ങനത്തെ ഒരു വേഷം ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നത്. ഇല്ല, ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് വേറൊരു നടൻ ചെയ്തു, എനിക്കൊണ്ട് വേറെ ഏതൊരു പുതിയൊരു നടനെ വെച്ച് ചെയ്ത് തുടങ്ങി, അവസാനം വരുത്തി. കാരണം ആ പുള്ളി ശരിയായില്ലെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച. പക്ഷെ ഞാൻ കഥ പോലും അറിയത്തില്ല. ഞാൻ വേറെ കയറിയിരുന്നു, എന്നാ പറയണ്ടേന്നൊക്കെ ചോദിച്ചപ്പോൾ ഇതാണ് ഒരൊറ്റ 2 ഡയലോഗ്. ആ സീനിൽ 2 ഡയലോഗ് മാത്രം. ആ 2 ഡയലോഗ് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ പെർഫോം ചെയ്ത് കളിച്ചു. അവർ ഡയറക്ടർ മോണിറ്ററിന് അവിടെ നിന്ന് കൈ കൊട്ടി സൂപ്പർ എന്ന് പറഞ്ഞു. ഡയറക്ടർ ഹാപ്പിയാണ്. ഹാപ്പി. അപ്പൊ ഇപ്പോഴും ഈ സിനിമയുടെ സെലക്ഷനൊക്കെ നമ്മൾ അങ്ങനെയൊന്നും സെലക്ഷൻ ഒന്നും ഇല്ല, നമ്മൾ വിളിക്കുന്നത് വരുന്നത് നല്ലത് നോക്കി. സെലക്ഷൻ ഒന്നും ഇല്ല ഇപ്പൊ. നമുക്ക് വരുന്നതിൽ എങ്ങനെ അത് മനോഹരമാക്കാം, അത് തന്നെയാണ്. പിന്നെ ഇതിന്റെ ഒപ്പം ഇത് മെയ് 22 ഇറങ്ങുന്നു, മെയ് 21 ദൃശ്യം 3 ഇറങ്ങുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ എവിടെ പോയാലും ദൃശ്യം ചോദ്യം ഒഴിവാവില്ലല്ലോ, ഒന്നും പറയാനും പറ്റില്ല. എന്താണ് പറയാൻ പറ്റുന്നത്? ഇപ്പൊ നമ്മളോട് പറയാൻ പറ്റുന്ന എന്താണുള്ളത്? നമ്മള് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് ഇരുന്നപ്പോ അന്ന് ദൃശ്യം 3 തുടങ്ങാൻ പോവാണെന്ന് പറഞ്ഞു. അതിനുവേണ്ടി ബൈക്കൊക്കെ ഓടിക്കില്ലേ എന്നൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞ് ജിത്തു സാറ് ചോദിച്ചു എന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ ഇപ്പോഴാണ് കാണുന്നത്. ഒന്നും പറയാം, ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഈ പറഞ്ഞ പോലെ ഞാൻ ഇവിടെ വായിച്ചു, ഡയറക്ടർ ജിത്തു സാറിനും ലാലേട്ടും മാത്രമേ ക്ലൈമാക്സ് അറിയുള്ളൂ. നിങ്ങൾ വേറെ ആരോട് വ്യക്തമായിട്ട് മനുഷ്യരോട് പറഞ്ഞിട്ടുണ്ടാവില്ല. കാരണം ഡബ് ചെയ്യാൻ നേരത്തൊക്കെ നമ്മൾ ഇന്ന് എന്നെ ഡബിങ്ങിന് വിളിച്ചാൽ വേറെ ആരും വരത്തില്ല. വേറെ സീനൊന്നും കാണിക്കില്ല. വേറെ ആരെയും വരത്തില്ല. സ്റ്റുഡിയോയില് 2-3 പേരുണ്ടാവൂലേ. മറ്റേ അജിത്തിനെ കഴിഞ്ഞ അടുത്ത ആള് ചെയ്തിട്ട് എനിക്ക് രാവിലെ തന്നു കഴിഞ്ഞിട്ട് പിന്നെ ഉച്ച കഴിഞ്ഞ് വേറൊരാൾക്കുള്ളൂ. അല്ലെങ്കിൽ അവിടെ വന്ന് ഇരുത്തൊന്നുമില്ല. ഇത്ര സമയം കഴിഞ്ഞ് വന്നാൽ മതി എന്ന് വിളിച്ചു പറയും. അങ്ങനെയൊക്കെയായിരുന്നു. എന്നാലും ഈ മറ്റേ ദൃശ്യം 2 കഴിഞ്ഞിട്ട് ദൃശ്യം 2 2021 അല്ലെ 20 ഷൂട്ട് ചെയ്തത് അല്ലെ? 21 20 ഷൂട്ട് ചെയ്തു. 21 ജനുവരിയിലാണല്ലോ അതൊന്ന് ഡയറക്ടർ വിളിച്ചത്. അത് കഴിഞ്ഞിട്ട് ഏകദേശം 4 വർഷമൊക്കെ കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ വീണ്ടും പോകുന്നത്? അപ്പോൾ
വീണ്ടും ആ ഒരു കുടുംബത്തിലേക്ക് ചെന്നപ്പോ ഉണ്ടായിരുന്ന എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? വീണ്ടും എല്ലാരും അത് അന്ന് നമ്മള് കൊറോണ സമയത്തായിരുന്നു. കൊറോണ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യും. എന്നാ വെച്ചാൽ ഒരു കുടുംബത്തിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ പുറത്ത് പോകുന്നില്ല, മാസ്ക് ഒക്കെ വെച്ച് വിടുന്നില്ല, ടെസ്റ്റ് ചെയ്ത് കയറ്റിയേക്കുക. അപ്പോൾ അവിടെയുള്ള ആൾക്കാരെല്ലാം ടെസ്റ്റ് ചെയ്ത് കൊറോണ വരാതിരിക്കാനുള്ള ഇത് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അവർ മാത്രമേ നമ്മൾ കമ്പനി ഉള്ളൂ. അവരൊരു ഹോട്ടലിൽ ഒന്നിച്ച് താമസിക്കുന്നു. അന്ന് ആ ഒരു ടീമിലേക്ക് ആദ്യമായിട്ടാണ് അന്ന് എത്തുന്നത്. ലാൽ സാറിനൊക്കെ ആദ്യമായിട്ടായിരിക്കുമല്ലോ അന്ന് വർക്ക് ചെയ്യുന്നതൊക്കെ, ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതൊക്കെ. അവിടെ ചെല്ലുന്നു, അപ്പോൾ എല്ലാവരും കാണാം. അവിടെ സിനിമയിലുള്ള എല്ലാ ടെക്നീഷ്യന്മാരും അതെല്ലാവരും നമ്മളെല്ലാം ഒന്നിച്ചൊരു ഹോട്ടലിലല്ലേ താമസിക്കും. ആരും പുറത്ത് പോകുന്നില്ല. ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ വരിക. അപ്പോൾ അങ്ങനെ ഒരു ബന്ധമുണ്ട്. ഈ പ്രാവശ്യം അങ്ങനെയല്ലായിരുന്നു. പ്രാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഷൂട്ട് സമയത്താണ് ചെല്ലുന്നത്. ഷൂട്ടിൻ്റെ ഇന്നിപ്പോൾ നാളെ ഷൂട്ടെങ്കിൽ നാളെ കഴിഞ്ഞ് രാവിലെ 8 മണി 8 മണിക്ക് അവിടെ ചെല്ലുന്നു. അന്നേരം സ്ക്രിപ്റ്റ് തരുന്നുള്ളൂ. നേരത്തെ പറഞ്ഞ രഹസ്യ സ്വഭാവം മാത്രം ഒരു 10 മിനിറ്റ് മുമ്പ് തരും. നമ്മളൊന്ന് വായിച്ചു നോക്കും. ഞാൻ മൊബൈലിൽ ഫോട്ടോ എടുത്ത് വെക്കും, ഒന്ന് വായിക്കും. അവരാ സ്ക്രിപ്റ്റ് മേടിച്ചുകൊണ്ട് പോകും. പിന്നെ കയറി അഭിനയിക്കും. അങ്ങനെയായിരുന്നു. നമുക്കൊക്കെ ഒരു ദിവസം, എനിക്ക് 14 ദിവസം ഉണ്ടായിരുന്നു. 14 ദിവസം ഷൂട്ട്. ഒരു ദിവസം കൂടി വന്നാൽ ഒരു 2 സീനൊക്കെ ഉണ്ട്. അതിന് പിന്നെ വിടും. അപ്പോൾ നിർത്തുന്ന പരിപാടിയൊന്നുമില്ല. വായിക്കും, വിട്ടോളം പറയും. ലാലേട്ടൻ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞ കുറെ നാളുകൾക്ക് ശേഷം നല്ല കമ്പനിയായിരുന്നു. അല്ല, അന്ന് കണ്ട ശേഷം പിന്നെ നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടില്ലല്ലോ. ഇപ്രാവശ്യം ലാലേട്ടനായിട്ട് ഒത്തിരി വർത്താനം പറയാനൊക്കെ പറ്റും. ഇപ്രാവശ്യം ഫ്രീ ആയിരുന്നു. ഒത്തിരി കുറച്ച് കൂടുതൽ അടുക്കാൻ പറ്റും. ഒത്തിരി വർത്താനമൊക്കെ പറഞ്ഞ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിക്കും. ശരിക്കൊരു ഈ പറഞ്ഞൊരു ഭാഗ്യം തന്നെയാണ് ദൃശ്യം എന്ന് പറയുന്ന ഒരു സീരീസിന്റെ ഭാഗമാവാൻ പറ്റുക എന്ന് പറയുന്നതൊക്കെ. എന്നും മലയാളികൾ ഇതിപ്പോ ഞാൻ 22-ാം തീയതി അല്ല ഈ 9-ാം തീയതി ട്രെയിലർ ഇറങ്ങിയോണ്ടാണ് ഞാൻ ഇപ്പൊ ദൃശ്യത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞത്. അന്ന് പിന്നെ ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ അത് പറയാനും പറ്റില്ല. ട്രെയിലറിലൊക്കെ ഒരു കാണിക്കുമ്പോ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും എന്തോ. അപ്പൊ തന്നെ ആൾക്കാരിൽ പല കഥകൾ സോഷ്യൽ മീഡിയയിൽ എഴുതി തുടങ്ങി. ഇത് ഇങ്ങനെയായിരിക്കും. എന്നാലും എവിടെ പോയിട്ട് ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലേ? ഞാൻ നമ്മൾ ഈ സിനിമയോ മീഡിയയുമായി ബന്ധപ്പെട്ടല്ല, അല്ലാതെ ഒരു നാട്ടിലൊക്കെ കൂത്താട്ടളം പോലത്തെ സ്ഥലത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പുറത്തിറങ്ങി എല്ലാവരും ചോദിക്കും. പിന്നെ എല്ലാവരും ചോദിക്കും, നമ്മളെവിടെ പോയാലും ചോദിക്കും. വീട്ടുകാരോട് പറഞ്ഞു, ഞാൻ ഭാര്യ മക്കളോടൊക്കെ എന്തെങ്കിലും പറഞ്ഞു. പിന്നെ അവിടെ ഒന്ന് ഫോട്ടോ എടുക്കാനൊക്കെ വന്നായിരുന്നു. നമ്മുടെ വീടിന്റെ അടുത്താണല്ലോ. അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഥ വ്യക്തമായിട്ട് അപ്പോഴും അറിയില്ല. കഥയൊന്നും എനിക്കറിയത്തില്ല ഓൾറെഡി. അതിപ്പോ നമ്മളിപ്പോ ചോദിച്ചാലും ക്ലൈമാക്സ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഒന്നും അറിയത്തില്ല. നമുക്ക് നമ്മുടെ വേഷം മാത്രം അറിയാം. എന്നാലും ജോർജ് കുട്ടി പോലെ തന്നെ രഹസ്യം കാത്തു സൂക്ഷിക്കണം അല്ലേ? അതിൽ അഭിനയിച്ച രംഗങ്ങൾ പോലും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത രീതിയിലാണ്. വേറെ ഏതൊക്കെയാ സിനിമകൾ ഇപ്പൊ പിന്നെ ചെയ്തോണ്ടിരിക്കുന്നത്? 2 പടത്തിന്റെ ഒരു വർക്കിന് വേണ്ടി വിളിച്ചിട്ടുണ്ട്. ഒരു പടത്തിന്റെ ഒരു ഫോട്ടോ അല്ല, അവർ വന്നിട്ട് പറഞ്ഞു ഇത് മുടി വെട്ടി എന്ന് പറഞ്ഞാൽ ആ മുടി വെട്ടിയിട്ടുണ്ട്. അതിപ്പോ അടുത്ത മാസം നടന്നു. അതിന്റെ ഫോട്ടോഷൂട്ട് ഷോസ് ഒക്കെ ഉണ്ടാവും. ഷോ കുറവായിരുന്നു. എങ്കിലും പുറത്തേക്ക് 2-3 പരിപാടി ഉണ്ടായിരുന്നു. ദുബായ്, അബുദാബി ഒക്കെ ഷോസ്. അങ്ങനെ ഇത് ഞാൻ ചോദിച്ചാൽ ഇതിന്റെ ഷൂട്ടും സിനിമയുടെ ഷൂട്ടും കാര്യങ്ങളും വരുന്നതുകൊണ്ട് പിടിക്കാത്തതാണോ ഷോസ്? ഇല്ല, അതുകൊണ്ടല്ല. പരിപാടി തീരെ കുറവാണ്. മൊത്തത്തിലൊന്ന് കുറഞ്ഞിട്ട് ഷോസ് കുറവാണ്. അത് എന്തുകൊണ്ടായിരിക്കും? ഒരു കാലത്ത് ഭയങ്കര റെഗുലർ ആയിട്ട്. അത് എന്നാന്നറിയാമോ? ഞാൻ സുമേഷ്, രാജേഷ് പറവൂര്, പിന്നെ വിഷ്ണുപ്രിയ എന്ന് പറഞ്ഞ് ഞങ്ങൾ 4 പേരായ പരിപാടിക്ക് പോകുന്നു. നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാമിൽ ഇല്ലെങ്കിൽ 1,00,000 രൂപ ഞങ്ങൾക്ക് എത്ര 4 പേർക്ക് വേണം. അത് കുറച്ച് ചെയ്യാൻ ആൾക്കാരുണ്ട്. അതിന്റെ ഒരു ഇതാണ്. ഇപ്പൊ എന്നാന്ന് വെച്ചാൽ ഇപ്പൊ കണ്ടില്ലേ, ചാനലിലൊക്കെ റിയാലിറ്റി ഷോ പോലെ തുടങ്ങിയേക്കുമല്ലേ. പുതിയ പിള്ളേർ വന്നോണ്ടിരിക്കല്ലേ. അപ്പൊ അവരത് കുറച്ച് ചെയ്യും. കോമ്പറ്റീഷൻ കൂടി തന്നെയാണ്. അവളുടെ പരിപാടി കുറവാണ്. നമുക്ക് അത്ര 1,00,000 രൂപ കൊടുത്തിട്ടൊന്നും വിളിക്കേണ്ട കാര്യമില്ല. അതിന്റെ കാര്യമില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ആൾക്കാരുടെ റൂട്ട്. സ്വീകരണങ്ങൾ എങ്ങനെയാണ്? പണ്ട് നമ്മൾ പറഞ്ഞത് വീട് നിറച്ച് പൊന്നാടി എന്ന് പറഞ്ഞിരുന്നു. അതിനൊന്നും ഒരു കുറവില്ല. പൈസ തരികയില്ല. ഇപ്പോഴും സ്വീകരണങ്ങൾക്ക് ഒരു കുറവുമില്ല. അവിടെ ചെല്ലുമ്പോഴത്തേനും പൊന്നാടി അണിയിക്കുന്നു. പോരാൻ നേരത്തൊരു നമ്മുടെ ഫോട്ടോ പതിപ്പിച്ച ഒരു സാധനം കൂടെ തരും. അതിനിപ്പോ വേറൊരു മുറി പണിയേണ്ടി വരുമല്ലേ? നിറഞ്ഞിട്ടുണ്ടാവും അല്ലെ? ഞാനില്ല, ചാക്കിൻ്റെ അകത്താക്കി ഇതിന് മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഷോക്കേസ് നിറഞ്ഞു. പിന്നെ വേറെ സിനിമകൾ ഇനിയിപ്പോ ഇറങ്ങുന്നത് ഇത് രണ്ടും തന്നെയാണ്. പിന്നെ അർദ്ധരാത്രി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങാറുണ്ട്. അത് ഡബ് ചെയ്യാനായിട്ട് ഇന്ന് വന്ന, അന്നേരം ഇന്ന് സമയം കിട്ടിയല്ല. അപ്പൊ ഡബ് ചെയ്യണമെന്ന് പറഞ്ഞാണ്. അത് ഇറങ്ങാനുണ്ട്. അതിലെന്തൊക്കെയാ വേഷം? എങ്ങനത്തെ വേഷമാണ്? കോമഡിയാണോ? കോമഡി അല്ല, ഇതുപോലെ സീരിയസ്. എനിക്ക് തോന്നുന്നു അപ്പൊ കോമഡി മാറി ഇപ്പൊ കുറച്ച് വരുന്നതൊക്കെ കൂടുതൽ സീരിയസ്.
എനിക്കൊരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ചെയ്തിട്ട് കുറച്ചായി തോന്നുന്നില്ലേ ശരിക്കും ഈ പറഞ്ഞ സ്കിറ്റൊന്നും മിമിക്രിന്നൊക്കെയാണ് സ്കിറ്റ് ഇപ്പൊ ഇല്ല. അല്ല അതൊന്നൊക്കെയാണ് വന്നതുണ്ടെങ്കിലും ഇപ്പോൾ സിനിമകളിലെ വേഷങ്ങളൊക്കെ കുറച്ച് കൂടുതൽ സീരിയസ് ആയി. അത് തന്നെ സീരിയസ് ആയി, സിനിമകളിലും സീരിയസ് ആയി കിട്ടണം. തമാശ ചെയ്യാൻ ആഗ്രഹമുണ്ടോ? പിന്നെ തമാശ ചെയ്യണം, രണ്ടും കൂടെ ചെയ്യണ്ടേ. അങ്ങനെ സാധനം വരണം അല്ലേ? തമാശയും ചെയ്യണം. പിന്നെ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, എന്നെ വെച്ചിട്ട് കാസർഗോഡ് ഒരു പുള്ളി എന്നെ വിളിക്കുമായിരുന്നു ട്രിപ്പർ ചന്ദ്രൻ ചെയ്യാനായിട്ട്. ഓ, പുള്ളി എൻ്റെ മുഖമൊക്കെ അങ്ങ് കറക്റ്റായിട്ട് പുള്ളി വരച്ച് എനിക്ക് അയച്ചു തരുവാ. വരച്ചിട്ട് ഓരോ സീനും വരച്ചെനിക്ക് അയച്ചു തരുവാ. ഇതാണ് അവൻ്റെ റൂട്ടെന്നൊക്കെ പറഞ്ഞ്. പിന്നെ എന്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് കാണണം. ചർച്ച നടക്കുന്നുണ്ടോ എപ്പോഴും? ഉണ്ടല്ലോ, പുള്ളി ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, നമുക്ക് തുടങ്ങണം എന്നും പറഞ്ഞ് തന്നെ വിളിക്കും. അതൊരു വലിയ സംഭവം തന്നെയാണ്. പഠിക്കേണ്ടി വരും ആളെ കുറിച്ച് ഒരുപാട് പഠിക്കേണ്ടി വരും. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞാൽ പറയും, മുഖമൊക്കെ ഇച്ചിരി നന്നാമത്തിനും പുള്ളി എന്നെ വിളിക്കും, ഇത് മുഖം നന്നാക്കുവാണോ ചോദിച്ചോണ്ട്. ആള് വിട്ടിട്ടില്ല, ആള് പ്രതീക്ഷ വിട്ടിട്ടില്ല. അവ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, ഇച്ചിരി എൻ്റെ പൈസ കണ്ട് ആകാനുണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ വിളിക്കും. അപ്പൊ എന്തായാലും ഇപ്പോ ദൃശ്യത്തിന്റെ തിരക്കിനിടയിൽ അല്പം നേരം ഈ ഒരു കൊച്ചു സിനിമയും കൂടി കാണുക എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമയെ കുറിച്ചുള്ള പ്രതീക്ഷ എന്താണ്? ഞാൻ വെച്ചാൽ എല്ലാം പുതിയ മുഖങ്ങളാണ് പോസ്റ്ററിൽ കാണുന്നത്. ഇങ്ങനെ ചേട്ടൻ മുഖം മാത്രമേ ഉള്ളൂ നമുക്ക് അറിയുന്ന ഒരു മുഖമുള്ളൂ. അപ്പൊ ഒരു പുതിയ ഒരു കുട്ടികളുടെ കൂടെ ഇങ്ങനെ എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഇല്ല എങ്കിലും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഞാൻ ഇവരൊക്കെ ആദ്യമായിട്ടാണ്, കുട്ടികളൊക്കെ ആദ്യമായിട്ടാണ് ഡയറക്ടറുമായിട്ട് പരിചയപ്പെടണം ഇവിടെ വന്ന. പിന്നെ എല്ലാം പുതിയൊരു, പിന്നെ ആകെപ്പാടെ അറിയാവുന്ന എനിക്ക് ടോൺസിന് മാത്രമേ അറിയാം, ക്യാമറമാൻ. പക്ഷെ ക്യാമറമാൻ വിളിച്ചിട്ടാണല്ലോ വന്നത്. പക്ഷെ ഡയറക്ടറുമായിട്ട് പരിചയപ്പെട്ടതിന് നമ്മളെ പങ്ക ഇതായി. പക്ഷെ കുട്ടികളൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നമ്മളെ പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾ. ഡയറക്ടറും പറഞ്ഞു അവർക്ക് സ്ക്രിപ്റ്റ് ഒന്നും അങ്ങനെ അവരൊക്കെ ചെയ്യുന്നത് കാണണം. ഇത് രസമായിട്ട് ചെയ്ത കരയാനൊക്കെ പറഞ്ഞാൽ അങ്ങ് നിന്ന് കരയും. ഭയങ്കര ആർട്ടിസ്റ്റുകളാണ്. അവന്മാരുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയല്ലോ എനിക്ക് വലിയ താല്പര്യം. തമാശ അല്ല, നന്നായിട്ട് എഴുതണം. മകനല്ലേ അവനൊക്കെ നല്ല രസമായിട്ട് എഴുതണം. നല്ല ടാലന്റ് ഉണ്ടോ കയ്യിലാണ്. 4 പേരും അതെ കേട്ടോ. 4 പേര് മാത്രമല്ല, അതിൻ്റെ അകത്ത് 10-20 വേറെ കുട്ടികളുമുണ്ട്. ഒരു സ്കൂള് മൊത്തം എടുത്തേക്കുവാ. അന്ന് അവിടെ പഠിത്തവും നടക്കുക. അവിടെ നടക്കുന്ന SLC പരീക്ഷയുടെ ഒക്കെ ടൈമാണ് ഈ ഇത് നടക്കുന്നത്. പക്ഷെ അവരും സഹകരിക്കും, അത് സ്കൂളുകാർ. നല്ലൊരു ഷൂട്ടിംഗ് ആയിരുന്നു. അപ്പൊ എന്തായാലും സംഭവം അടിപൊളിയോട്ടെ. ഈ പറഞ്ഞ പോലെ ദൃശ്യം 3 ഞാൻ ഇറങ്ങിയിട്ട് നമുക്ക് കാണാം. ദൃശ്യം 3 ഇനി ദൃശ്യം 4 ഒക്കെ വരട്ടെ അല്ലെ ചോദിച്ചിട്ടുണ്ടോ? അതിലൊക്കെ ഇല്ല, അതൊക്കെ എന്താണെന്നൊന്നും അറിയില്ല അന്ന്. പക്ഷെ ആന്റണി ചേട്ടൻ പറഞ്ഞു ദൃശ്യം 4 ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അന്ന്. പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം എന്തായാലും. അല്ല ഇതിന്റെ ഭാഗ്യമാണ് 2 നിങ്ങൾ വീണ്ടും തുടർന്ന് ഇതിന് വരുന്നു എന്ന് പറയുന്നത്. ഇത്രയും ശരിക്കും എവിടെ നിന്ന് തുടങ്ങിയതാണ്? 13 വർഷം മുമ്പ് തുടങ്ങിയതാണ്. 1 വന്നു, 2 വന്നു, 3 കുറെ പുതിയ ആളുകൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരുന്നു. പിന്നെ അതൊരു സീരീസ് പോലെ അങ്ങ് നീണ്ടു പോവാണ്. സീരീസ് പോലെ. അപ്പൊ എന്തായാലും അടിപൊളിയോട്ടെ. അപ്പോൾ ഓക്കെ.